ദിവസവും തൂക്കാനും തുടയ്ക്കാനും വേണ്ടിയുള്ള ദിവസം ഇതേപോലെ ബ്രഷോ നമ്മുടെ വീട്ടിൽ ഏത് ചൂലാണോ ഉള്ളത് അതാണേലും മതി. അപ്പോൾ നമുക്കതിനകത്തോട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഒരു ലെയർ മാത്രമേ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരുപാട് പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ പുറത്തായിട്ട് ഒരു ലെയറും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു ലെയർ മാത്രമേ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഏത് ചൂലാണോ നമ്മുടെ കയ്യിലുള്ളത് അതിനകത്ത് വേണേലും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ സെല്ലോ ടേപ്പ് ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി അതിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് നമുക്ക് ഇതേപോലെ ഒരു പിന്ന് വെച്ചിട്ട് മടക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് എടുക്കുന്നതിനും മടക്കി വെക്കുന്നതിനും ഒന്നും ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. അല്ലെങ്കിൽ അത് തമ്മിൽ ഒട്ടിപ്പോയാൽ വളരെ പാടാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ബ്രഷിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിൻ്റെ അടി, ആലമാരയുടെ അടി, ഫ്രിഡ്ജിൻ്റെ അടി, കസേരയുടെ അടിയിലൊക്കെ തൂക്കുന്നതിന് അതായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പോൾ ഈ ചൂലാണേലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് വേണേലും നമുക്ക് ആ തുമ്പ് ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും നിരപ്പുള്ള ചൂലായിരിക്കും ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനതാണ് ബ്രഷ് എടുത്തത്. അപ്പോൾ അതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ തൂക്കുന്നത് കാണിച്ചു തരാം. ഉണ്ടോ, അപ്പോൾ ഇതേപോലെ നമ്മുടെ കുഷ്യൻ സെറ്റിൻ്റെ അടിഭാഗത്ത് ഇതേപോലെ തൂത്താൽ നമുക്ക് അതിന് അടിയിലുള്ള ചവറ്, അതേപോലെ തന്നെ മണ്ണ്, പൊടി, മുടി, നൂലുകളെല്ലാം അതിനകത്ത് കയറി പിടിച്ചോളും. അപ്പോൾ നമുക്ക് മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തൂപ്പും തുടപ്പും ഒരുപോലെ തന്നെ നടക്കും. അപ്പോൾ തുടച്ച കണക്ക് തന്നെ മണ്ണും പൊടിയും എല്ലാം അതിനകത്തോട്ട് കയറും. ഉണ്ടോ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് തൂക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ അടിഭാഗം, കസേരയുടെയൊക്കെ അടിഭാഗം, അതേപോലെ തന്നെ കട്ടിലിൻ്റെ അടിഭാഗം, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ തൂക്കുക. അതേപോലെ ചിലന്തി വല അടിക്കുന്നതിനും ഇത് നല്ലത് തന്നെയാണ്. അപ്പോൾ എന്താണ്ട് കസേരയുടെ അടി, കട്ടിലിൻ്റെ അടി എല്ലാം ഇതേപോലെ ആക്കിയെടുക്കുക. വളരെ ഈസിയാണ്. നമുക്ക് എന്നിട്ട് ലാസ്റ്റ് ഇതേപോലെ തൂത്ത് ഒതുക്കുകയും ചെയ്യാം. കണ്ടോ, എന്നിട്ട് നമുക്ക് അതിനകത്ത് ഇതേപോലെ മണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും ഒട്ടിച്ചിട്ട് വീണ്ടും പൊടി ഉണ്ടെങ്കിൽ ഇതേപോലെ തൂത്തെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ അടുത്ത ടിപ്പ്, നമ്മുടെ സിങ്കൊക്കെ നമ്മൾ ഇതേപോലെ രാത്രി ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം സിങ്ക് ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കുറച്ച് ഹാർപ്പിക്ക് അതിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം പുറത്തോട്ടൊന്നും ആകരുത്. എന്നിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ രാവിലെ ആകുമ്പോഴത്തേന് ബ്ലോക്കൊക്കെ മാറിക്കിട്ടും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൂടാ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ബ്ലോക്കൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ചെയ്താൽ പിന്നീട് കുറേ നാളത്തേക്ക് ബ്ലോക്ക് ഉണ്ടാവില്ല. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും അത് ക്ലീൻ ആക്കി